മഴ മാടായിപ്പാറയ്ക്ക് അണിഞ്ഞൊരുങ്ങാൻ പൂപ്പുടവ നൽകിയിരിക്കുകയാണ്. മാടായിപ്പാറയ്ക്ക് നീലവർണ്ണം ചാർത്തി കാക്കപ്പൂ വിരുന്നെത്തിയിരിക്കുകയാണ്. എല്ലാ കൊല്ലവും ഇത് പതിവെങ്കിലും ഇക്കുറി 1 മാസത്തോളം നേരത്തെയാണ് ഇവിടെ നീലപ്പൂവുകൾ വിരിഞ്ഞു വിടർന്നത്. ഈ നീലപ്പൂവുകൾ ഇരപിടിയൻ സസ്യം കൂടിയാണ്. മറ്റൊരു ഇരപിടിയൻ പ്രാണിഭോജി സസ്യമായ ഡ്രോസറ ഇൻഡിക്ക വ്യാപകമായി കാണപ്പെടുന്ന ചെങ്കൽക്കുന്നുകൂടിയാണ് മാടായിപ്പാറ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് വർണ്ണം പുതുക്കുന്ന പ്രകൃതി രമണീയമായ മാടായിപ്പാറയിൽ നീലപ്പൂവുകളുടെ 7 ഇനങ്ങൾ ഉണ്ടെന്നാണ് പഠനം. മൺസൂൺ കാലത്തോടെ ഹരിത നിറമണിയുന്ന മാടായിപ്പാറ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഡൈമേറിയ പുല്ലുകളുടെ സ്വർണ്ണവർണ്ണം പുതച്ചു നിൽക്കും. അപൂർവ ഇനം സസ്യങ്ങളുടെയും ജീവികളുടെയും ജൈവ വൈവിധ്യ കേന്ദ്രമാണ് മാടായിപ്പാറ. 1200ഓളം ഇനം സസ്യ സാന്നിധ്യമുള്ള ജില്ലയിൽ 675 ഇനം മാടായിപ്പാറയിലുണ്ട്. ഇതിൽ 164 ഇവിടെ മാത്രമുള്ളതും 9 ഇനങ്ങൾ പശ്ചിമഘട്ടത്തിലുള്ളവയുമാണ്. റൊട്ടാറിയ മലബാറിക്ക, നിംഫോസിസ് കൃഷ്ണകേസര, ലിപ്പിഡാഗത്തിലം കേരളൻസിസ്, ഏറിയോകുലായി മാടായിപ്പാറൻസിസ്, ലിൻഡർണിയ മാടായിപ്പാറൻസിസ്, കോ എലാഞ്ചിൻ മാഡായിൻസിസ് തുടങ്ങിയ 11 ഇനം സസ്യങ്ങൾ മാടായിപ്പാറയാണ് സസ്യലോകത്തിന് സമ്മാനിച്ചത്. സംസ്ഥാനത്ത് കണ്ടെത്തിയ 326 ഇനം ചിത്രശലഭങ്ങളിൽ 156 ഇനം ശലഭങ്ങളും മാടായിപ്പാറയിലുണ്ട്. 160 ഇനം തുമ്പികളുടെ സാന്നിധ്യമുള്ള സംസ്ഥാനത്ത് 60 ഇനം തുമ്പികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. തവള, ഉരക വിഭാഗങ്ങളിലെ വിവിധ ഇനങ്ങളും മാടായിപ്പാറയിലുണ്ടെന്നാണ് പഠനം. 258 ഇനം പക്ഷികളുടെ സാന്നിധ്യമുള്ള മാടായിപ്പാറയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം 110 ഇനം പക്ഷികൾ പറന്നെത്തുന്നു. വേനലിലും വറ്റാത്ത വടുകുന്ത തടാകവും ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായ ജൂതക്കുളവും ടിപ്പുവിന്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകളും കൊണ്ട് ശ്രദ്ധേയമാണ് മാടായിപ്പാറ. കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 600 ഏക്കറോളം പരന്നുകിടക്കുന്ന കുന്നിൻ പ്രദേശമാണ് മാടായിപ്പാറ. പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമായ ഏഴിമലയ്ക്ക് തൊട്ട് കിഴക്കാണ് മാടായിപ്പാറ. ഒരു കാലത്ത് പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു എന്ന് കേരളോൽപ്പത്തിൽ പരാമർശമുണ്ട്. വെള്ളം നീങ്ങി ഉയർന്നു വന്ന കരഭാഗത്തെ മാട് എന്ന് വിളിക്കാറുണ്ട്. അത് പിന്നെ പാറപ്രദേശമായപ്പോൾ മാടായിപ്പാറയായി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.